नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में सकुबाई के बारे में कुछ पढ़ा। नादिरा ज़हीर बब्बर ने लिखी हुई एक नाटक है सकुबाई। यहाँ सकुबाई किशोर कपूर के घर में घरेलू काम करती है। किशोर कपूर और पूजा कपूर, उनके दो बच्चे हैं। बड़ी बेटी का नाम पोमला है, दूसरा बेटा उसका नाम रॉकी है। ये पोमला नाम अंग्रेज़ी नाम है, इसलिए सकुबाई को उसे ठीक तरह से उच्चारण नहीं कर सकती। इसलिए वे पोमला को बेबी कहकर बुलाती थी। बाद में वह बड़े हो जाने के बाद पोमला बेबी कर बुलाती है। पोमला ठीक से उच्चारण कर सकती। कपूर का बेटा रॉकी मस्तीखोर है। स्कूल से आने के बाद वह टीवी में क्रिकेट देखने में शौक होते थे। उसे खिलाने के लिए सकुबाई देर तक उसका पीछा करना पड़ता है। उस समय सकुबाई याद करती है अपने दरिद्र साहचर्य में बिस्कुट देखते समय बच्चे दौड़ आते थे, लेकिन रॉकी को खिलाने के लिए उसके पीछे दौड़ना पड़ता है। सवेरे से रात तक दूसरों को खिलाने तक का काम वह लग जाती है। सकुबाई को छुट्टी बहुत कम मिलती थी। അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കുറച്ച് കാര്യമാണിത്. സക്കുബായിയെക്കുറിച്ച് ഇവിടെ പൂജ കപൂറിൻ്റെ വീട്ടിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അവർക്ക് 2 മക്കളാണ്. ഇതിനിടയ്ക്ക് നമ്മൾ സക്കുബായിയുടെ മകളെക്കുറിച്ച് പറഞ്ഞു. സായിലി എന്നാണ് കുട്ടിയുടെ പേര്. ഒരു മകളുണ്ട്, സായിലി. ഇതിൽ നമ്മൾ സ്വയം സക്കുബായി എല്ലാ കാര്യങ്ങളും സക്കുബായി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നില്ല. നെക്സ്റ്റ് ഇവിടെ പണികളെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പരന്നാണ് കിടക്കുന്നത്. ഒരു 7-7:30 ആകുമ്പോഴാണ് പൂജ കപൂറും അതുപോലെ തന്നെ കിഷോർ കപൂറും പൂജ കപൂറും അവിടെ വീട്ടിലേക്ക് വരുള്ളൂ ജോലി കഴിഞ്ഞിട്ട്. അപ്പം അതുവരെ വീട്ടിൽ സക്കുബായി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 15 വർഷത്തോളമായിട്ട് ഇതേപോലെയാണ് സക്കുബായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളെടുക്കാൻ പോകുന്നത് ടെലിഫോൺ കീ ഗണ്ടി ബജ്തി ഹേ ട്രിൻ 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 ട്രിൻ. ഇപ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. സക്കുബായി സക്കുബായി വരുന്നു. ആത്തിഹും ബാബ എന്നുള്ളത് സ്വരം ഉള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നു ബാബ എന്നുള്ളത്. കത്തെ ഹുയെ റിസീവർ ഉടാത്തി ഹേ. ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് റിസീവർ എടുക്കുന്നു. ഫോണിൻ്റെ റിസീവർ എടുക്കുന്നു. സക്കുബായി ഹലോ മേം സാബ്. ഹാ നമസ്തേ. ഇപ്പോൾ അപ്പുറത്ത് മേം സാബാണ്, പൂജ കപൂറാണ്. നമസ്തേ പറയുന്നു. ആജ് തോടി ദേർ ഹോഗി തി. ഇന്ന് കുറച്ച് വൈകി. ക്യാ കർത്തി മേം സാബ് കിത്തന പാനി പെട്ട് രഹാ താ. അപ്പോൾ സക്കുബായി പറയണ എന്ത് ചെയ്യാനാണ്, അതായത് ആകെ ചുറ്റും വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. इधर झोंपड़ पट्टी में तो कमर तक पानी था. ഇവിടെ സക്കുബായി പറഞ്ഞ ഇവിടെ ഈ കുടിൽ നിൽക്കുന്നിടത്തൊക്കെ, അതായത് വീട് നിൽക്കുന്നിടത്തൊക്കെ അര വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഴ പെയ്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഗർക്ക് അന്തർ ബി പാനി ബർഗയ. ഇനി വീടിൻ്റെ ഉള്ളിലും വെള്ളം നിറഞ്ഞു എന്നാണ് പറയുന്നത്. പീച്ചെ നാലാ ബർജാത്താഹിന. അപ്പോൾ പിന്നെ കൂടെ ഒരു വീടിൻ്റെ പുറകിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. അതും നിറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും നിറഞ്ഞു കിടക്കുകയല്ലേ ചോദിക്കുകയാണ്. മേ അപ്പന ബിസ്തർ
सब सुमन के घर पर रखे आई ഞാൻ എൻ്റെ ബിസ്തർ അത് കിടക്കി സാധനങ്ങളും ഞാൻ എൻ്റെ കിടക്കുന്ന കിടക്കിയ സാധനങ്ങളൊക്കെ എല്ലാം സുമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വരാനായിട്ട് കുറച്ച് വൈകി കാരണം വെള്ളം വീടിനുള്ളിലേക്ക് കയറിയൊരവസ്ഥയാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് കിടക്കിയ സാധനങ്ങളൊക്കെ മാറ്റി സുമൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. സുമൻ കെ ഹം തോ മാല ഹേ ന മേം സാബ്. ഇവിടെ ഒരു മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്പരി മഞ്ചിൽ, അതായത് രണ്ടാമത്തെ നില എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ പറയണത് സുമൻ്റെ വീട്ടിൽ, അവിടെ വീടിന് രണ്ടാമത്തെ നിലയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. വെള്ളം കയറാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് താഴത്തെ നിലയിലാണെങ്കിൽ വെള്ളം കയറും, മുകളിലാണെങ്കിൽ വെള്ളം കയറില്ല. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഐസ കൈസ ബോലിനൊക്കെ ഇനിയിപ്പോൾ എന്ത് പറയാനാ. സായിലി കോബി ബോൽക്കായി, സായിലിയോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. സ്കൂൾ സെ ആയേഗി തോ വഹീം ബൈഠേഗി. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സായിലിയോട് സുമൻ്റെ വീട്ടിലിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാ ഹാ ബോലോ മേ സുൻത്തി കോൺസ. പറഞ്ഞോ, ഞാൻ കേൾക്കാം, എന്താ വേണ്ടതെന്ന് പറഞ്ഞോളാൻ പറയണം. അപ്പോൾ ഒരു ഭാഗത്ത് സക്കുബായി, മറുഭാഗത്ത് നമ്മുടെ പൂജ കപൂറാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുർസി കെ പാസ് പടേ ഹുയെ തൈലി കോ ദേക്കർ. തൈലി എന്ന് പറഞ്ഞാൽ സഞ്ചി. അപ്പോൾ കസേരയുടെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു സഞ്ചിയിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്, സംസാരിക്കുന്നത്. സക്കുബായി പറഞ്ഞാൽ ഹാ പടാ ഹേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സക്കുബായി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. കുർസിയുടെ അടുത്ത്, കസേരയുടെ അടുത്ത് ഒരു സഞ്ചി ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. തൈല ഉടാക്കർ ചെക്ക് കർത്തെ ഹുയെ. ആ സഞ്ചി ഉയർത്തിയിട്ടത് ചെക്ക് ചെയ്തുകൊണ്ട്, അല്ല എന്താണെന്ന് നോക്കിക്കൊണ്ട്. സക്കുബായി ബ്ലൂ വാലി. ഇസ്കോ ജഗദീഷ് കെ യഹാ ഫാൽ ലഗാനെ കാ ഹേ. ഒരു ബ്ലൂ നിറത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കണം സക്കുബായി. ഇസ്കോ ജഗദീഷ് കെ യഹാ ഫാൽ ലഗാനെ കാ ഹേ. അത് നമ്മുടെ ജഗദീഷിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടതിന് ഞൊറി ഉണ്ടാക്കണം എന്ന് പറയണം. അച്ഛാ ടീക്ക് ഹേ ഹാം കർത്തേക്ക്. ശരി, ഞാൻ ചെയ്തോളാം എന്ന് പറയണം. മമ്മിക്ക് യഹാം ജാ രഹി ഹോ ആബ്. ഇനി നിങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ഉദർസെ ബാബാക്കോ ലേ ലോഗി. അവിടുന്ന് ബാബേനെയും കൊണ്ട് വരില്ലേ? ടേക്ക് ഹേ. ശരി എന്നാൽ. തോ ഫിർ ആജ് മുझे ബസ് സ്റ്റോപ്പ് നഹി ജാനാ ഹേ. പക്ഷെ ഇന്ന് എനിക്ക് ബസ് സ്റ്റോപ്പ് വരെ പോകാനായിട്ട് പറ്റില്ല. ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് പറ്റില്ല. മേ രാത് കാ ഖാന ബനാവും. ഞാൻ രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. ടേക്ക് ഹേ മേം സാബ്. ശരി മേം സാബ് എന്ന് പറയണം. ആജ് മുझे ഖാന ബി നഹി ബനാനാ ഹേ. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉണ്ടായിരുന്നില്ല. തോ മേം സാബ് മേ ഗൽത്തി ഹും കി ആജ് ശാം കോ മേ ജൽദി ഘർ ജാവും. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ മേം സാബിനോട് പറയണേ, എന്നാൽ ഞാൻ വൈകിട്ടൊന്ന് നേരത്തെ വീട്ടിലേക്ക് പോകട്ടെ ചോദിക്കണം. ഓ ക്യാ ഹേ. അപ്പോൾ അതെന്തിനാ ചോദിക്കുന്നുണ്ട്? ആജ് ഇത്തന പാരി ബർസ ഗർമേ പാനി ബർഗയാഹിന. പാരി എന്നോട് പാനി എന്നുള്ള അർത്ഥം. ഇപ്പോൾ പറയണ ആജ് ഇത്തന പാരി ബർസ, ഇന്ന് വളരെയധികം മഴ പെയ്തിട്ടുണ്ട്. ഗർമേ പാനി ബർഗയാഹിന, വീട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി സാധനങ്ങളൊക്കെ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് കുറച്ച് ഷാംകോമേ ജൽദി ഘർ ജാവൂ, ഇന്ന് വീട്ടിലേക്ക് ഞാൻ നേരത്തെ പോകട്ടെ എന്ന് ചോദിക്കണം. തോടാ ടൈം സെ ജാത്തെ തോ സഫായി വഫായി കർക്കെ സായിലി കെ ലിയെ കുച്ച് ബനാ ദേത്തി. സക്കുബായി പറയണ കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കിയിട്ട്, സഫായി വഫായി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് സായിലി കെ ലിയെ കുച്ച് ബനാ ദേത്തി, സായിലിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് നേരത്തെ പോകട്ടെ എന്നുള്ള ഒരു ആവശ്യം ഇവിടെ നമ്മുടെ പൂജ കപൂറിനോട് ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് പറയുന്നത്, ഗർക്കെ അന്തർ പാനി ബർഗയാഹെ, വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഉസ്കെ സാത്ത്, അതിനോടൊപ്പം തന്നെ കുച്ച് ടൈം മിൽ ജാത്തേത്തോ, കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ ഗർക്കെ സഫായി കർക്കെ ബാദ്മേ സായിലി കെ ലിയെ കുച്ച് ബനാ ദേത്തി. അതായത് വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് വെള്ളം കയറിയതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ടൈം കിട്ടുകയാണെങ്കിൽ സായിലിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു എന്നാണ് അവിടെ സക്കുബായി പറയുന്നത്. അപ്പോൾ സക്കുബായിക്ക് ബേട്ടിക്ക നാം ഹേ സായിലി. ഉസ്കാ ചെഹര ഉതർ ജാത്താ ഹേ. ഇപ്പോൾ ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേം സാബായിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. അതിനിടയിൽ ഉസ്കാ ചെഹര ഉതർ ജാത്താ ഹേ, സക്കുബായിയുടെ മുഖം ആകെ വിളർന്നു. ഐസ ലഗ്താ ഹേ ജൈസെ ഉസ്കി മേം സാബ് നെ ചുട്ടി ദേനെ സെ മനാ കർ ദിയാ ഹോ.
അപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിൽ പോകട്ടെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മറുപടി കിട്ടിയത് ചിലപ്പോൾ അത് തടഞ്ഞിട്ടുണ്ടാവും. ഐസാ ലഗ്താ ഹെ, അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എന്താണ്? ഉസ്കി മേം സാബിനെ, സക്കുബായുടെ മേം സാബ് ചുട്ടി ദേനേസേ, അതായത് ലീവ് കൊടുക്കേണ്ട കാര്യത്തിൽ മനാ കർ ദിയാ ഹോ, ലീവ് എടുക്കണ്ട, നേരത്തെ വീട്ടിൽ പോകണ്ട എന്നുള്ളത് പറഞ്ഞ് തടസ്സം ചെയ്തിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ, നമ്മുടെ സക്കുബായുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സക്കുബായി പറയുന്നുണ്ട് അച്ഛാ ടേക്ക് നഹി ജാത്തി. അപ്പോൾ വീട്ടിൽ പോകണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക, നേരത്തെ പോകണ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സക്കുബായി അച്ഛാ ടേക്ക് നഹി ജാത്തി, ശരി ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നതാണ് ലാസ്റ്റ് നമ്മൾ കേൾക്കുന്നത്. റിസീവർ രക്തേത്തി ഹേ, അങ്ങനെ ഫോൺ അവിടെ വയ്ക്കുന്നു, റിസീവർ അവിടെ വയ്ക്കുന്നു. സക്കുബായി ഗുസ്സേ സേ തം തമാത്തി ഹുയി, ഗുസ്സ എന്നാണ് ദേഷ്യം, തം തമാനാകെ ചുവക്കുക. അപ്പോൾ സക്കുബായിക്ക് ആകെ ദേഷ്യം വന്ന മുഖം ചുവന്നുകൊണ്ടാണ്. എന്താണ് പറയുന്നത്? കബി 2 ഘണ്ടെ പഹലെ ചുട്ടി മാങ്കോത്തോ ചുട്ടി നെയ്, നൈ എന്നുള്ളത് അവിടെ നഹീം എന്നുള്ളതാണ്. അതായത് സക്കുബായുടെ ലോക്കൽ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പറയണേ കബി 2 ഘണ്ടെ പഹലെ, ചിലപ്പോൾ 2 മണിക്കൂർ മുമ്പ് ചുട്ടി മാങ്കോത്തോ, ഒന്ന് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ചുട്ടി നെയ്, ലീവില്ല. 7 സാൽ കി തീ തബ് സേ കം പർ ലഗേ, 7 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള ജോലിയിൽ തുടരാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 7 സാൽ കി തീ, 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മേരി ആയി ലക്ഷ്മി നാം താ ഉസ്കാ, ആയി എന്ന് പറഞ്ഞാൽ അമ്മ, മാമ എന്നുള്ള അർത്ഥമാണ്. മേരി ആയി, മേരി മാം കാ നാം ലക്ഷ്മി, മേരി ആയി ലക്ഷ്മി നാം താ ഉസ്കാ, ഉസ്കാ നാം ലക്ഷ്മി താ, അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്. ഫുൾ നെയിം കൊടുക്കുന്നുണ്ട്, ലക്ഷ്മി ബായി തുക്കാറാം ജാമഡെ. സക്കുബായിക്ക് മാം കാ നാം ക്യാ താ, സക്കുബായിയുടെ അമ്മയുടെ പേര് എന്താണ്? ഇവിടെ ആൻസർ ഇതാണ്, ലക്ഷ്മി ബായി തുക്കാറാം ജാമഡെ. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഹം ഗാവ് മേ രഹത്തെ തെ, ഇപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു. 3 ഭായി ബഹിൻ തേ ഹം, ഞങ്ങൾ 3 സഹോദരി സഹോദരന്മാരായിരുന്നു. 2 ബഹിനേം ഔർ 1 ഭായി, 2 സഹോദരിമാരും 1 സഹോദരനും. അപ്പോൾ നമ്മുടെ സക്കുബായിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നൊരു ഭാഗമാണിത്. उसके परिवार में उसकी माम का नाम है लक्ष्मी बाई तुकाराम जामडे. वे लोग गाँव में रहते थे, ഇവർ താമസിച്ചിരുന്ന ഗ്രാമത്തിലായിരുന്നു. സക്കുബായി के घर में 3 भाई बहन थे. സക്കുബായിയുടെ വീട്ടിൽ 3 സഹോദരി സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. ഉന്മേ അതിൽ 2 പേര് 2 ബഹിനെ और 1 भाई थी. सबसे बड़ी मैम, मेरा नाम ശകുന്തള. ഇപ്പോൾ നമ്മുടെ സക്കുബായിയാണ് മക്കളിൽ ഏറ്റവും മൂത്തത്. സക്കുബായിക്ക അസലി നാം ഹേ ശകുന്തള, സക്കുബായിയുടെ ശരിയായ പേര് ശകുന്തള എന്നാണ്. പക്ഷേ അവളെന്നെ ശകുന്തള എന്നതിനെ ചുരുക്കിയിട്ടാണ് സക്കുബായി എന്നവിടെ പറയുന്നത്. ശകുന്തള നാം ഹേ മേര എടുത്ത് പറയുന്നുണ്ട് സക്കുബായിക്ക നാം ശകുന്തള. सकू तो यहाँ सब बुलाते हैं, तो सब लोग उसे ശകുന്തള को सकू बोलते हैं. എല്ലാ ആളുകളും സക്കു ബുലാത്തെ ഹെ, എല്ലാ ആളുകളും വിളിക്കുന്നത് സക്കു എന്നാണ് വിളിക്കുന്നത്. फिर वासंती और छोटा भाई नितिन, ये उसकी बहन का नाम है. സക്കുബായി या ശകുന്തള की बहन का नाम है वासंती. ഇനി അവരുടെ സഹോദരിയുടെ പേരാണ് വാസന്തി എന്നുള്ളത്. ഉസ്കാ ഛോട്ടാ ഭായി നിതിൻ ഹെ, ഇളയ സഹോദരൻ ഏറ്റവും താഴെയുള്ളതാണ് നിതിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബച്ചോമേ सबसे बड़ी शकुंतला है, उसके बाद वासंती है, एक सबसे छोटा उसका भाई है, भाई का नाम है निधि. അപ്പോൾ ഈ 3 മക്കളാണുള്ളത്. ഗോട്ട്യ, ചോട്ടാ ഭായി നിതിൻ ഗോട്ട്യ. അപ്പോൾ അവർ വിളിക്കുന്നത് ഗോട്ട്യ എന്നാണ്, ഒരു വിളിപ്പേരാണ് അവിടെ നിതിനെ. ഹം ലോഗ് ഉസേ ഗോട്ട്യ ബുലാത്തെ തെ. അപ്പോൾ ഞങ്ങളെല്ലാവരും നിതിനെ വിളിക്കുന്നത് ഏറ്റവും ഇളയതാണ്, അതുകൊണ്ട് തന്നെ ഒരു സഹോദരനേ ഉള്ളൂ. അവനെ വിളിക്കുന്ന പേര് ഹം ലോഗ് ഉസേ ഗോട്ട്യ ബുലാത്തെ തെ, ഞങ്ങളെല്ലാവരും ഗോട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സക്കുബായിനെ ശകുന്തളയെ വിളിച്ചിരുന്നത് സക്കു എന്നാണ്. അതുപോലെ തന്നെ
നിതിനെ വിളിച്ചിരുന്നത് ഗോട്ടിയ എന്നാണ് വിളിച്ചിരുന്നത്. ഗാവ് മേം മേരെ ബാബ ചാർ ഭായി തെ. ഇനിയിപ്പം ഞങ്ങളുടെ കുടുംബം അതുകൂടാതെ ഗ്രാമത്തിൽ എൻ്റെ അച്ഛനുണ്ട്. ബാബ ഇവിടെ അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ അച്ഛനുണ്ട്. ചാർ ഭായി തെ. ഇനി അച്ഛൻ്റെ 4 സഹോദരന്മാരുണ്ട്. വലിയൊരു കുടുംബമാണ്. മേരെ ബാബ കാ സീതാ ഹാത്ത് തോടാ ഠേട്ടാട. ഇനി മേരെ ബാബ കാ സീതാ ഹാത്ത്, എൻ്റെ അച്ഛൻ്റെ കൈ, അത് കുറച്ച് എന്താ പറയുന്നത്, തോടാ ടേട്ടാത. ടേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവ്, അതായത് കൈയിന് കുറച്ച് വളവുണ്ടായിരുന്നു. അത് ഹാൻഡിക്യാപ്ഡാണ്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കൈ ശരിയായൊരു കൈയല്ല, കൈയിനൊരു വളവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫിർ ബി വേ ഖേത്തോമേ ദിൻ രാത്ത് മെഹനത്ത് കർത്തത്തെ. എങ്കിലും അദ്ദേഹം ആ കൈയും വെച്ചുകൊണ്ട് രാത്രിയും പകലും മുഴുവൻ മെഹനത്ത് കർത്തത്തെ, ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് 4 സഹോദരന്മാരാണ് അവർക്കുള്ളത്. അച്ഛനാണെങ്കിൽ സക്കുബായുടെ അച്ഛന് കൈകൊണ്ട് വയ്യാത്തതാണ്. എങ്കിലും അദ്ദേഹം രാത്രിയും പകലൊക്കെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. മേരി ആയി ബി ഉസ്കെ സാത്ത് കാം കർത്തി തി. മേരി ആയി, മേരി മാം ബി, എൻ്റെ അമ്മയും അച്ഛൻ്റെ ഒപ്പം പാടത്ത് പണിയെടുത്തിരുന്നു. ജബ് മേനെ ഹോഷ് സംഭാല തബ് സെ മേ ആയി കെ സാത്ത് കാം പർ ലഗ് ഗയി. മേനെ ഹോഷ് സംഭാല, എനിക്ക് ബോധം വന്നു, അതായത് ഇത്തിരി വലുതായിപ്പോൾ തന്നെ മാം കെ സാത്ത് അല്ലെങ്കിൽ പിതാ കെ സാത്ത്, മാം കെ സാത്ത് കാം കർത്തി തി. മേരി ആയി ബി ഉസ്കെ സാത്ത് കാം കർത്തി തി. उसके बाद मैं भी होश संभाला, तब से मैं आई के साथ काम पर लग गई. അതായത് ഞാൻ കുറച്ച് വളർന്ന് വലുതായപ്പോൾ കുറച്ച് ബോധമൊക്കെ വന്നപ്പോൾ ഞാനും അമ്മയുടെ കൂടെ പണിയെടുക്കാനായിട്ട് പോകുമായിരുന്നു. ബൗഡി മേം പാനിയിലാന. ബൗഡി എന്ന് പറഞ്ഞാൽ ബൗഡീസേ, ബൗഡി എന്ന് പറഞ്ഞാൽ ചെറിയ കിണർ അല്ലെങ്കിൽ നമ്മൾ കടവ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് എന്തുകൊണ്ടുവരുന്നു? പാനിയിലാന, വെള്ളം കൊണ്ടുവരുമായിരുന്നു. അതായത് കൃഷി ഇടം നനയ്ക്കാനായിട്ട് കിണറിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ കുളം, കടവ് എന്നൊക്കെ പറയാം, അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമായിരുന്നു ആരെ? സക്കുബായി. ചോട്ടെ ബായി ബഹിൻ കോ ദേഖ്ന. അതുമാത്രമല്ല ഇളയ സഹോദരനെ ബഹിൻ കോ ദേഖ്ന, ചോട്ടാ ബായി ബഹിൻ കോ ദേഖ്ന. അതുപോലെ ഇളയ സഹോദരങ്ങളെ നോക്കുന്ന പണിയും സക്കുബായിയാണ് ചെയ്തിരുന്നത്. ആരേനൊക്കെയാണ്? വാസന്തി, അതുപോലെ തന്നെ നിതിൻ. അവർ രണ്ടുപേരും നോക്കിയിരുന്നത് സക്കുബായിയാണ്. ആംഗൻ ബുഹാർന. ആംഗൻ ബുഹാർന എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റൊക്കെ വൃത്തിയാക്കുക, അടിച്ച് വൃത്തിയാക്കുക. ബുഹാർന എന്ന വൃത്തിയാക്കുക. ആംഗൻ ബുഹാർന എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം, വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ജോലിയൊക്കെ സക്കുബായിയാണ് ചെയ്തിരുന്നത്. मैं പാഠശാല ജാനെ കെ ലിയെ ബഹുത്ത് രോയി തി. ഞാൻ സ്കൂളിൽ പോകാനായിട്ട്, സ്കൂളിൽ പോകാനായിട്ട് ബഹുത്ത് രോയി തി, ഒരുപാട് കരഞ്ഞിരുന്നു. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ സക്കുബായിക്ക് കിട്ടിയിട്ടില്ല. കാരണം വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇളയ സഹോദരങ്ങളെ നോക്കുകയും അതുപോലെ തന്നെ അമ്മയുടെ കൂടെ പാടത്ത് പണിയെടുക്കുകയും നനയ്ക്കാനായിട്ട് വെള്ളം കൊണ്ടുവരിക, വീട് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സക്കുബായിയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് പാഠശാല ജാനെ കെ ലിയെ, സ്കൂളിൽ പോകാനായിട്ട് ബഹുത്ത് രോയി തി, ഒരുപാട് കരഞ്ഞിരുന്നു. इस पर मेरी माम ने ज़ोर से एक थप्पड़ मेरे गाल पर मारा और बोली, तू पाठशाला जाएगी तो घर का काम कौन करेगा. അപ്പോൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ കരഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? സോർ സേ ഏക് ദപ്പട്ട് മേരെ ഗാൽ പർ, ശക്തമായിട്ടൊരു അടി കിട്ടി. എവിടെ കിട്ടി? മേരെ ഗാൽ പർ മാര, എൻ്റെ കവളത്തൊരടി കിട്ടി. എന്നിട്ട് അവർ പറഞ്ഞു, അടിച്ചിട്ട് പറയാണ്, എന്താണ് അടിച്ചിട്ട് പറയുന്നത്? തൂ പാഠശാല ജായകി, നിനക്ക് സ്കൂളിൽ പോകണമല്ലേ, തൂ പാഠശാല ജായകി തോ, നീ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഗർക്കാക്കാം കോൻ കരേക, വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും? ഇവരെന്താ ചെയ്യുന്നത്? രാവും പകലും പാടത്താണ് പണിയെടുക്കുന്നത് അച്ഛനമ്മയും. അപ്പോൾ ഇവള് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികളെ ആര് നോക്കും? വീട്ടിലെ പണികൾ ആര് ചെയ്യും? അതാണ് അമ്മ ചോദിച്ചത്. അത് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ അടിയാണ് അവിടെ കിട്ടിയത്. മേം അവർ വാസന്തി ദോനോ പാഠശാല നഹിങ്കയെ. ഇപ്പം ഞാനും എൻ്റെ സഹോദരിയായ വാസന്തിയും സ്കൂളിൽ പോയിട്ടില്ല. നിതിൻ കോ ബേച്ച് ദിയ. സ്കൂളിൽ പോയത് ആര് മാത്രമാണ്? ചോട്ടാബായി നിതിൻ കോ പാഠശാല മേ ബേച്ച് ദിയ. ഇളയ സഹോദരനായ
നമ്മുടെ നിതിനെ മാത്രമാണ് സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിച്ചത്. അപ്പോൾ ശകുന്തളയും അതായത് സക്കുവും അതുപോലെ തന്നെ വാസന്തിയും സ്കൂളിലേക്ക് പോയിട്ടില്ല. നിതിൻ കോത്തോ ബേച്ചനാഹി മാങ്ത. നിതിൻ കോത്തോ, നിതിനെ ആണെങ്കിലോ ബേച്ചനാഹി മാങ്ത, അതായത് സ്കൂളിലേക്ക് പഠിക്കാൻ അയക്കാനായിട്ട് അവിടെ ആവശ്യപ്പെട്ടായിരുന്നു. വോ ലഡ്ക്കാത്താന്നാ, അവൻ ആൺകുട്ടിയല്ലായിരുന്നോ? നിതിൻ കേലിയ സ്കൂൾ കി നയി വർദി നയെ ജൂത്തെ മോജെ ബസ്ത ബിസ്ത സബ് ലിയ. അപ്പോൾ നിതിന് സ്കൂളിൽ പോകാനായിട്ട്, അവനൊരു ആൺകുട്ടിയാണ്, അവനെ പഠിപ്പിക്കാൻ വിടാണ്. അവന് സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നയി വർദി, പുതിയ യൂണിഫോം, വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം, അതുപോലെ നയെ ജൂത്തെ പുതിയ ചെരുപ്പ് വാങ്ങി, മോചെ സോക്സ് വാങ്ങി, ബസ്ത വിസ്ത ബാഗും പാത്രങ്ങളും, ഇതെല്ലാം സബ്ലിയ എല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് നിതിനെ അവിടെ പഠിക്കാനായിട്ട് പറഞ്ഞേക്കാണ്. പെൺകുട്ടികളായതുകൊണ്ട് ഇവർ രണ്ടുപേരെയും പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് വിടുന്നില്ല. അപ്പോൾ അവന് സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പുതിയ യൂണിഫോം, നയി വർദി, നയെ ജൂത്തെ, നയെ മോജെ, നയെ ബസ്ത ബിസ്ത സബ് ഖരീദ് ലിയ എല്ലാം വാങ്ങിച്ചു കൊടുത്തു. തബ് ആയിനെ അപ്പനെ ചാന്ദിക്ക് പായൽ ബേച്ചി തീ. ആ സമയത്ത് അമ്മ, ആയി എന്ന് പറഞ്ഞ അമ്മ, അപ്പന് ചാന്ദിക്ക് പായൽ, അതൊരു വെള്ളിപ്പാദസരം ഉണ്ടായിരുന്നു, അത് പായൽ എന്ന് പറഞ്ഞ പാദസരം, അത് ബേച്ചിട്ട് വിറ്റിരുന്നു. അപ്പോൾ ആ വെള്ളിപ്പാദസരം വിറ്റിട്ടാണ് അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് യൂണിഫോമും ചെരുപ്പും സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. അങ്ങനെയെന്നാണ് പറയുന്നത്. ഹം ലോഗ് ഇത്തിരി മെഹനത്ത് കർത്തേ ഫിർ ബി ഹമേ ഖാന പൂരാ നഹി മിൽത്ത. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത്രയും കഠിന പ്രയത്നം ചെയ്തിട്ടും ഹമേ ഖാന പൂരാ നഹി മിൽത്ത, ഭക്ഷണം തന്നെ മുഴുവനായിട്ട് കഴിക്കാനായിട്ട് കിട്ടിയിരുന്നില്ല എന്ന് പറയുന്നത്. അത്രയും കഷ്ടപ്പാടായിരുന്നു എന്ന് പറയുന്നത്. കാക്ക ലോകോമേ और बाबा में अनाज के बंटवारे को लेकर हमेशा झगड़ा होता था. കാക്ക ലോകം എന്ന് പറഞ്ഞാൽ ഇളയച്ചന്മാർ. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ 4 സഹോദരന്മാരാന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇളയച്ചന്മാരായിട്ട് കാക്ക ലോകോമേ ഇളയച്ചന്മാരെ, ബാബ और ബാബാമേ, ബാബ തന്നെ അവിടെ അച്ഛൻ, അപ്പോൾ ഇളയച്ചന്മാരും അച്ഛനുമായിട്ട് അനാജ് കെ ബണ്ടുവാരമേ, അതായത് പാടത്ത് പണിയെടുത്ത് വിളവൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ അനാജ് കെ ബണ്ടുവാരമേ, അതായത് ധാന്യം അവിടെ പങ്കുവയ്ക്കുമ്പോൾ, നെല്ലും സാധനങ്ങളൊക്കെ അവിടെ പങ്കുവയ്ക്കുന്ന സമയത്ത് ബണ്ടുവാരേക്കോ ലേക്കർ, പങ്കുവയ്ക്കുന്ന സമയത്ത് ഹമേശ ജഗട ഹോത്താത്ത, എല്ലായ്പ്പോഴും വഴക്ക് നടക്കുമായിരുന്നു. വഴക്ക് നടക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഇളയച്ചന്മാർ പറയുന്നൊരു കാര്യം എന്താണ്? അച്ഛന് കൈകൊണ്ട് വയ്യാത്തതാണ്, അതുകൊണ്ട് ശരിക്കും പണിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് വീതം കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വീതം വയ്ക്കുകയാണ്, 4 പേർക്ക് കൂടി അവിടെ ഡിവൈഡ് ചെയ്യാണ് കിട്ടുന്ന സാധനം, അത് ധാന്യം എന്താണോ അത് ഒരേപോലെ പങ്കുവയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഇളയച്ചന്മാർ പറയും അച്ഛൻ്റെ കൈകൊണ്ട് വയ്യാത്തതാണ്, അതുകൊണ്ട് അച്ഛൻ പണിയെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കുള്ളൊരു ബണ്ടുവാര അവിടെ നടക്കാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് കാക്ക ലോകം और बाबा में अनाज के बंटवारे को लेकर हमेशा झगड़ा होता था. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കിസ്കേലി झगड़ा होता था? എന്തിനു വേണ്ടിയിട്ടാണ്? अनाज के बंटवारे में, अनाज के बंटवारे को लेकर वो लोग मेरे बाबा को हमेशा कहते थे. അപ്പോൾ ആളുകൾ, അതായത് കാക്ക ലോഗ് ഇളയച്ചന്മാർ, മേരെ ബാബാക്കോ എൻ്റെ അച്ഛനെ ഹമേശ कहते थे എല്ലായ്പ്പോഴും പറഞ്ഞത് എങ്ങനെയാണ്? ए अपना हाथ देख, तू अपना हाथ देख, तू मेहनत करता है क्या, मेहनत करता है. അപ്പോൾ അവർ ഇളയച്ചന്മാർ പറയുന്നൊരു കാര്യമാണ്, അപ്പന ഹാത്ത് ദേക്ക്, നീ നിൻ്റെ കൈ നോക്ക്, തൂ അപ്പന ഹാത്ത് ദേക്ക്, നിൻ്റെ കൈ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, കൈയിന് കുറച്ച് വളവുണ്ടായിരുന്നു പറഞ്ഞാൽ അല്ലേ, സീതാ ഹാത്തോടാ ഡേട്ടാത, അപ്പോൾ കുറച്ച് വളവുണ്ടായിരുന്നു, അതുകൊണ്ട് നീ നിൻ്റെ കൈ നോക്കുമെന്ന് പറയുന്നത്. തൂ മേഹനത്ത് കർത്താഹേക്കാ, നീ പണിയെടുക്കണ്ടല്ലേ, മേഹനത്ത് കർത്താഹേ, പണിയെടുക്കേണ്ടതിന് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ച് ഇവിടെ ഷെയർ കൊടുക്കുന്ന സമയത്ത് അവർ എന്നും വഴക്കുണ്ടാക്കലേ പതിവായിരുന്നു എന്ന് പറയുന്നത്. മേരാ ബാബ ചുപ് ചാപ്പ് സബ് സഹലത്തെ. അപ്പോൾ ഇളയച്ചന്മാർ പറയുന്നതെല്ലാം എൻ്റെ അച്ഛൻ മിണ്ടാതെ സബ് സഹലത്തെ ഇതെല്ലാം സഹിക്കുമായിരുന്നു. മഗർ മേരി ആയിക്കോ ബോത്ത് ഗുസ്സ ആത്താത്ത, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വളരെ ദേഷ്യം വരുമായിരുന്നു. മേരി ദാദിക്ക് മറന്നെ പർ മേരി നാനി ഓർ മാമ ബംബൈ സെ ആയേ. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. അപ്പോൾ എൻ്റെ മുത്തശ്ശി മരിച്ചതിന് ശേഷം മേരി നാനി, എൻ്റെ ഇളയമ്മയും മാമനും ബംബൈ സെ ആയേ, ബോംബെയിൽ നിന്ന് വന്നു.
उन्होंने जब हमारी हालत देखी तो बहुत दुखी हुई. അവർക്ക് ഇവിടെ പറയണേ ഹമാരി ഹാലത്ത് ദേക്കിത്തോ, ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ബഹുത്ത് ദുഃഖി ഹുയി, വളരെയധികം ദുഃഖം തോന്നി. അപ്പം മുത്തശ്ശി മരിച്ചപ്പോൾ ഇളയമ്മയും അതുപോലെ തന്നെ മാമന്മാരൊക്കെ ബോംബെയിൽ നിന്ന് വന്നു. ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ, സക്കുബായുടെ അവസ്ഥ കണ്ടപ്പോൾ, വീടിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് വളരെ ദുഃഖം തോന്നി. അങ്ങനെ ബാത്തോമേ ഉനോനെ മേരി ആയി കോ സുജായ കി മേരി ആയി കോ ബംബൈ മേ ആക്കർ കാം കർണാ ചാഹിയേ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാത്തോമേ സംസാരിക്കുന്നതിനിടയിൽ ഉനോനെ പിന്നെ മേരി ആയി കോ സുജായ, എൻ്റെ അമ്മയോട് സൂചിപ്പിച്ച്, എന്താണ് സൂചിപ്പിച്ചത്? മേരി ആയി കോ ബംബൈ മേ ആക്കർ കാം കർണാ ചാഹിയേ, അമ്മേനെ ബോംബെയിൽ കൊണ്ടുപോയിട്ട് ജോലി ചെയ്യിക്കാമെന്ന്, അതായത് ബോംബെയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് അവർ സക്കുബായിയുടെ അമ്മയോട് അവർ പറയാണ്. ഇപ്പോൾ വീട്ടിലെ അവസ്ഥ അത്രയും മോശമായിരുന്നു, പണിയെടുക്കുന്നു, പക്ഷെ അതിനുള്ളതൊന്നും അവർക്ക് കിട്ടാറില്ല, എന്നും പട്ടിണി തന്നെയാണ്. ഈ അവസ്ഥ കണ്ടപ്പോഴാണ് ഇളയമ്മയും അതുപോലെ തന്നെ മാമനും പറയാണ് ബോംബെ പോയിട്ട് നിന്നെ അമ്മേനെ ബോംബെയിൽ കൊണ്ടുപോകാമെന്ന് പറയണം. साथ में मुझे भी ले जाना ठीक होगा क्योंकि मैं उनकी मदद कर सकूँगी. സാത്ത് മേ, അപ്പോൾ അതിനോടൊപ്പം തന്നെ മുझे भी ले जाना ठीक होगा, എന്നെയും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താ? ക്യോംകി मैं उनकी मदद कर सकूँगी, എനിക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. കാരണം വീട്ടിലെ പണിയും അതുപോലെ തന്നെ പാടത്തെ പണിയിലൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ സക്കുബായി പോയിരുന്നു. കുട്ടികൾ നോക്കുക, അങ്ങനെ തുടങ്ങിയ പണികളെല്ലാം ചെയ്തിരുന്ന സക്കുബായിയാണ്. അതുകൊണ്ട് തന്നെ പറയണേ അമ്മേനെ ബോംബെയിൽ കൊണ്ടുപോകുമ്പോൾ ഒപ്പം എന്നെയും കൂടി കൊണ്ടുപോകാമെന്ന് പറയണം. और साथ में ये भी कहा कि നിതിൻ को भी ले जाना ठीक रहेगा. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്നെ മാത്രമല്ല നിതിനെയും കൊണ്ടുപോകാമെന്ന് പറയണം. കാരണം എന്താണ്? നിതിൻ को भी ले जाना ठीक रहेगा, നിതിനെയും കൊണ്ടുപോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നണം. കാരണം എന്താണ്? ഇവിടെ ഗ്രാമത്തിലാണ് അവർ ജീവിക്കുന്നത്. അവിടെ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്നുള്ള ചിന്ത അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്യോംകി ഗാവ് മേ പടായി അച്ഛനെ ഹോത്തി, ഗ്രാമത്തിലെ പഠനമൊന്നും അത്ര നല്ലതല്ല. ബാബ ആറു വാസന്തി ഗാവ് മേ ഹീ രഹേങ്കെ, അച്ഛനും വാസന്തിയും ഗ്രാമത്തിൽ തന്നെ താമസിക്കട്ടെ. അപ്പോൾ സക്കുബായിയുടെ അമ്മേനെ കൊണ്ടുപോകും. സക്കുബായിനെയും നിതിനി, ഇളയ മകനായ നിതിനെയും കൊണ്ടുപോകാമെന്ന് പറയണത്. ഗ്രാമത്തിൽ പഠിപ്പത്ര നല്ലതല്ല, അതുകൊണ്ട് അവനെയും എവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത്? ബോംബെയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഗ്രാമത്തിൽ പിന്നെ ആരാ ഉണ്ടാവുക അവരുടെ വീട്ടിൽ? മേരെ ബാബ അവർ വാസന്തി ഗാവ് മേ ഹീ രഹേഗി, എൻ്റെ അച്ഛനും വാസന്തിയും ഗ്രാമത്തിൽ തന്നെ താമസിക്കട്ടെ എന്ന് പറയുന്നത്. താക്കി ജമീൻ തോടി ബഹുത്ത് ജോ ഹേ ബനി രഹേ, കാരണം കുറച്ച് ഭൂമി അധികം തന്നെ ഉണ്ട്, അവിടെ പണിയെടുക്കാനായിട്ട് ആരെങ്കിലും വേണം, അപ്പോൾ അവരിവിടെ നിൽക്കട്ടെ എന്ന് പറയണം. ഈ സ്ഥലം മേരി ആയി മുझे और നിതിൻ കോ സാത്ത് ലേക്കർ ബംബൈ ആ ഗയി, അങ്ങനെ എൻ്റെ അമ്മ എന്നെയും നിതിനെയും കൊണ്ട് ബോംബെയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ മേരി ആയി, മേരി മാം ലക്ഷ്മി തുക്കാറാം ജാമഡെ അല്ലേ, അവർ മുझे और നിതിൻ കോ സാത്ത് ലേക്കർ, സക്കുബായി और നിതിൻ കോ സാത്ത് ലേക്കർ ബംബൈ ആ ഗയി, ബോംബെയിലേക്ക് വന്നു. और ബാബ വാസന്തിക്ക് സാത്ത് ഗാവ് മേ രഹ് ഗയെ, അച്ഛനാണെങ്കിൽ വാസന്തിയുടെ കൂടെ ഗ്രാമത്തിൽ തന്നെ താമസിച്ചു. मुझे अच्छे से याद है जिस दिन हम गाँव से चले मेरी आई बहुत रोई थी, എനിക്ക് വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്താണ്? ജിസ് ദിൻ ഹം ഗാവ് സേ ചലേ, ഏത് ദിവസമാണ് ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പോയത്? ഉസ് ദിൻ, ആ ദിവസം മേരി ആയി ബഹുത്ത് രോയി തീ, എൻ്റെ അമ്മ വളരെയധികം കരഞ്ഞിരുന്നു. ബാബ അപ്നെ ടേട്ടേ ഹാത്ത് സേ ഹമാര സബ് കാം കർ രഹേ തേ, അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വളഞ്ഞ കൈ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ പണിയും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. മുझे കാക്ക ലോഗോं पर बहुत गुस्सा आ रहा था कि इन लोगों के झगड़े के कारण हमारा परिवार अलग हो रहा था. അപ്പം ഞങ്ങളുടെ കുടുംബം വേർതിരിയാനുള്ള കാരണം എന്താണ്? ആ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, പക്ഷേ ആ കുടുംബം അച്ഛനും അനിയത്തി ഒരുത്തിൽ, അമ്മയും സക്കുബായി അനിയനും വേറൊരു ഭാഗത്ത് അല്ലെ, അങ്ങനെ നിൽക്കേണ്ടതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇളയച്ചന്മാരായിരുന്നു പറയുന്നത്. കാരണം പണിയെടുത്ത അവസാനം വഴക്കാണ് പതിവ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വേറെ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് മുझे കാക്കാ ലോഗോं पर बहुत गुस्सा आ रहा था, എനിക്ക് ഇളയച്ചന്മാരോട് വളരെയധികം ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഇൻ ലോഗോं के झगड़े के कारण, ഇവരുടെ വഴക്ക് കാരനാണ്
हमारा परिवार अलग हो रहा था. ഞങ്ങളുടെ കുടുംബം വേർതിരിയേണ്ടി വന്നത് ഇവരുടെ വഴക്കുകാരനായിരുന്നു. और अपने बाबा का लूला हाथ देखकर बहुत दुख हो रहा था. അത് മാത്രമല്ല അച്ഛൻ്റെ ലൂല ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആ കൈ കാണുമ്പോൾ വളരെയധികം ദുഃഖവും തോന്നിയിരുന്നു. और अपने बाबा फिर कि अगर मेरा बस चलता तो मैं अपना पूरा शरीर गलाकर उनका सीधा हाथ बन जाती. अगर मेरा बस चलता तो ഇനി ഞങ്ങളുടെ ബസ് പോകണ സമയത്ത് मैं अपना पूरा शरीर ഗലാക്കർ ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ഇളക്കിയിട്ട് ഉൻകാ സീതാ ഹാത്ത് ബൻ ജാത്തി. അതായത് എൻ്റെ ശരീരം മുഴുവൻ ഇല്ലാതാക്കിയാലും അദ്ദേഹത്തിൻ്റെ കൈ എനിക്ക് നേരെയാക്കാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിലെന്ന് നമ്മുടെ സക്കുബായിയോടെ ചിന്തിക്കുകയാണ്. ബാബ ഹംകോ ചോടനെ ബസ് സ്റ്റോപ്പ് തക് ആയി. ഞങ്ങളതിനെ ബോംബെയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ബസ് സ്റ്റോപ്പ് വരെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഹമാരെ ഗാമേ ട്രെയിൻ നഹി ആത്തി തി. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആ സമയത്തൊന്നും ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബസ്സിലാണ് അവർ പോകുന്നത്. മേരി ആയിനെ ചലത്തെ ചലത്തെ മേരി ചോട്ടി ബഹൻ വാസന്തി കോ സംശയ കി ബാബ കാ ഖ്യാൽ രഖ്ന. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ അമ്മ സക്കുബായുടെ അമ്മ പോകുന്ന സമയത്ത് എൻ്റെ ഇളയ സഹോദരിയായ വാസന്തിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? ബാബ കാ ഖ്യാൽ രഖ്ന ചാഹി. അച്ഛനെ നന്നായി ശ്രദ്ധിച്ചോളൂ എന്ന് പറയാണ്. വോ ബൂഡേ ഹേ. അദ്ദേഹത്തിന് പ്രായമായി, വയസ്സായി. ഇതർ ഉദർ ബടക്നാമത്ത്. അവിടെ ഇവിടെ ഒന്ന് അലഞ്ഞു നടക്കരുതെന്ന് പറയണം. ഫിർ ബസ് ആകയി. അങ്ങനെ ബസ് വന്നു. ഹം ലോഗ് ഉസ് ബസ് മേ ബൈഠ് ഗയി. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. മേ ഖിഡ്കി കെ പാസ് ബൈഠി ദേഖ് രഹി തി. ഞാനിങ്ങനെ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹമാരി ബസ് ചലി ഗയി. ഞങ്ങളുടെ ബസ് അങ്ങനെ പോവുകയാണ്. ബാബാറു വാസന്തി ബഹുത്ത് ദേർ തകടെ ഹമാരി ബസ് കോ ദേഖ് രഹേ തെ. അച്ഛനും വാസന്തിയും ഒരുപാട് നേരം അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ബസ് പോകുന്നതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം, അതായത് ഇളയച്ചന്മാരുമായിട്ടുള്ള झगड़ा काका लोगों के बीच में होने वाले झगड़ा के कारण सकुबाई का परिवार अलग बन जाता है. കുടുംബം വേറെയാവാണ്. ഇവിടെ സക്കുബായി और नितिन माम के साथ बम्बई में जाता है और वासंती और बाबा गाँव में रहते हैं. അങ്ങനെയാണ് ഇവിടെ രണ്ട് തരത്തിലായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. പോകുന്ന സമയത്ത് പറയുന്നുണ്ട് അച്ഛന് പ്രായമായി, കൈകൊണ്ട് വയ്യാത്തതാണ്. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഇളയ സഹോദരിയെ വാസന്തിയെ ഏൽപ്പിച്ചിട്ടാണ്. അച്ഛനെ നോക്കേണ്ട കാര്യം, അച്ഛനെ ശ്രദ്ധിക്കേണ്ട കാര്യം വാസന്തിയെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ ഇവരും പോകുന്നത്. പോകുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് അഗർ മേരാ ബസ് ചലത്താത്തോ മേ അപ്പന പൂര ശരീർ ഗലാക്കർ ഉൻകാ സീതാ ഹാത്ത് ബൻ ജാത്തി. അതായത് കൈ നേരെയാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ വാസന്തിയും ബാബയും അച്ഛനും ഒരുപാട് നേരം ആ ബസ് പോകുന്നു നോക്കി അവിടെ പുറത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഡോർബെൽ ബജ്തി ഹേ. സക്കുബായി ചൗക്കർ ദർവാസയ്ക്ക് അന്തർ സേ ഹി പൂച്ച്തി ഹേ. അപ്പോൾ സമയത്ത് സക്കുബായി ഇങ്ങനെ ചിന്തിക്കുകയാണ്, പറയുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോർബെല്ല് അവിടെ അടിക്കുന്നു, ബെല്ലടിക്കുന്നു, കോളിംഗ് ബെല്ലടിക്കുന്നു. സക്കുബായി ഞെട്ടിയിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ചോദിക്കുന്നു, ബാർസെ ഏക്ക് ലഡ്കിക്ക് ആവാസ് സുനായി ദേതി ഹേ. പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ സ്വരമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സക്കുബായിയെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ്. ഓക്കെ, താങ്ക് യു.